ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. എല്ലാ ഭാഗത്തും അഗ്നി ജ്വലിക്കുന്നത് കണ്ട് അതിപ്രകാശത്തോടും ഭയപ്പെട്ട് ഓടുന്ന രാക്ഷസന്മാരോടും കൂടിയ ലങ്കയെ ആകപ്പാടെ ഒന്ന് നോക്കിയ ഹനുമാനിൽ തന്നെക്കുറിച്ച് ഒരു നിന്ദാഭാവം ഉണ്ടായി. ലങ്കാനഗരിയെ എൻ്റെ ഇഷ്ടം പോലെ ദഹിപ്പിച്ചു. ഞാൻ ഒട്ടും ആലോചിക്കാതെ അതിനികൃഷ്ടമായ ഒരു കാര്യമാണല്ലോ ചെയ്തത്. ആളിക്കത്തുന്ന കോപത്തെ ചിന്താശക്തി കൊണ്ട് വഹ്നിയെ വെള്ളത്താലെന്ന പോലെ തണുപ്പിക്കാൻ സാധിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മഹാന്മാരിൽ വെച്ച് ധന്യന്മാർ. കോപാവശകനായ ഒരുവൻ എന്തു തന്നെ ചെയ്തുകൂടാ? പാപം ഒന്നൊന്ന് അവനില്ല. ദേഷ്യം കൊണ്ട് അന്ധനായവൻ ഗുരുവരന്മാരെ കൂടി നിഗ്രഹിച്ചേക്കും. കഠിന വാക്കുകൾ കൊണ്ട് സജ്ജന ഹൃദയങ്ങൾക്ക് വേദന ഉണ്ടാകത്തക്ക വിധം അധിക്ഷേപിച്ചേക്കും. കോപമടക്കാൻ കഴിയാത്തവൻ ഇന്നതേ പറയൂ, ഇന്നതേ ചെയ്യൂ എന്ന് നിയമമില്ല. അവന് പറയാനും ചെയ്യാനും പറ്റാത്തതൊന്നുമില്ല. എന്ത് കാരണത്താലുണ്ടായ കോപത്തെയും സർപ്പം സ്വദേഹത്തിലുള്ള ജീർണിച്ച തോലിനെ ഉപേക്ഷിക്കുന്നത് പോലെ നിരസിക്കുന്നുവോ അവനെ മാത്രമേ പുരുഷൻ എന്ന് പറയുവാൻ പാടുള്ളൂ. ഞാൻ നിന്ദാർഹനാണ്, അത്യന്തം ദുർബുദ്ധിയും ലജ്ജാവിഹീനനും മഹാപാപം ചെയ്തവനുമാണ്. കഷ്ടം. ശ്രീരാമസ്വാമിയുടെ ദാസനായ ഞാൻ സീതാദേവിയെപ്പറ്റി യാതൊന്നും ആലോചിക്കാതെ ലങ്കാദഹനം നടത്തിയല്ലോ. സ്വാമിയെ കാര്യം നശിപ്പിക്കുകയല്ലേ ഞാൻ ചെയ്തത്? അങ്ങനെ വന്നാൽ ഏതൊന്ന് സാധിപ്പാനായി ഞാൻ പരിശ്രമിച്ചുവോ ആ പ്രധാന കാര്യം നഷ്ടമായി കഴിഞ്ഞു. ലങ്കയെ ദഹിപ്പിക്കാനൊരുങ്ങിയ ഞാൻ ദേവിയെ രക്ഷിപ്പാൻ ശ്രദ്ധിച്ചില്ലല്ലോ. കാര്യങ്ങൾ മിക്കതും സഫലമാകാറായി. അതോർക്കാത്ത ഞാൻ ക്രോധാന്തനായി എല്ലാം വേരോടുകൂടി പിഴുതു കളഞ്ഞല്ലോ. എൻ്റെ ദേവി നശിച്ചിരിക്കും. എന്തുകൊണ്ടെന്നാൽ ലങ്കാരാജ്യത്തിൽ ദഹിക്കാത്ത അല്പം പോലും സ്ഥലം ഞാൻ കാണുന്നില്ല. ദേവി ദഗ്ധയായിട്ടില്ലെന്ന് വിചാരിക്കുന്നതെങ്ങനെ? അല്പം ആലോചനക്കുറവ് എനിക്ക് വന്നു ചേർന്നു. ഈ വൻ കാര്യം നശിപ്പിക്കപ്പെട്ടു എന്ന് വരുന്ന പക്ഷം ഇവിടെ തന്നെ എൻ്റെ പ്രാണനെയും ഞാൻ ഉപേക്ഷിക്കും. എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിയിൽ ഇപ്പോൾ തന്നെ ഞാൻ ചെന്നു പതിക്കട്ടെയോ? അല്ലെങ്കിൽ സമുദ്രാന്തർഭാഗത്തുള്ള ബടവാഗ്നിയിൽ വീണ് ശരീരത്തെ ജലജന്തുക്കൾക്ക് ഭക്ഷണമായി നൽകട്ടെയോ? ഏറ്റവും വിഷമം പിടിച്ച ഈ സന്ദർഭത്തിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? കാര്യത്തിൻ്റെ സാരാംശത്തെ ബുദ്ധിശൂന്യത കൊണ്ട് നശിപ്പിച്ച എനിക്ക് രാജ സുഗ്രീവനെയോ പുരുഷോത്തമന്മാരായ ശ്രീരാമലക്ഷ്മണന്മാരെയോ ജീവനോടുകൂടി കാണുവാനുള്ള യോഗ്യതയില്ല. ഞാൻ ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവനാണ്. രാക്ഷസന്മാരോടുണ്ടായ കോപ ആവേശത്താൽ അജ്ഞത ബാധിച്ച് ഞാൻ ചെയ്തത് ഏറ്റവും വംശ സ്വഭാവം തന്നെയായി തീർന്നു. വ്യവസ്ഥയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരാണ് വാനരന്മാർ എന്ന് 3 ലോകത്തിലും പ്രസിദ്ധമായതിന് എൻ്റെ പ്രവൃത്തി നല്ലൊരു ദൃഷ്ടാന്തവും കൂടിയാണ്. കാര്യം സാധിക്കുവാൻ ഞാൻ പ്രാപ്തനായി തീർന്നിരിക്കുന്നു. എന്നിട്ടും രജോ ഗുണത്തിൽ നിന്നുണ്ടായ ക്രോധത്തിന് കീഴ്പ്പെട്ടതിനാൽ സീതാദേവിയെ രക്ഷിക്കുക എന്ന മഹൽ കാര്യം മറന്നു. അതുകൊണ്ട് കാര്യങ്ങൾക്ക് വിഘാതമായതും വ്യവസ്ഥയില്ലാത്ത സ്വഭാവത്തിന് കാരണമായതുമായ രജോ ഗുണത്തെ മുഴുവൻ വെറുക്കത്തക്കതാണ്. ദേവിക്ക് വിനാശം സംഭവിച്ചാൽ പിന്നെ ശ്രീരാമലക്ഷ്മണന്മാരില്ല. അവരുടെ അഭാവം സുഗ്രീവനെയും ബന്ധുജനങ്ങളെയും അവസാനിപ്പിക്കും. വിവരമറിഞ്ഞാൽ ജ്യേഷ്ഠഭ്രാതാവിനെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഭരതകുമാരനും ശത്രുഘ്നകുമാരനും ജീവിച്ചിരിപ്പാൻ ശക്തരായി തീരുന്നതല്ല. അധർമ്മം ലേശം പോലും തട്ടാതെ പ്രജകളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഇക്ഷ്വാകു വംശനാശം സംഭവിച്ചാൽ സർവ്വജനങ്ങളും പരവശന്മാരായി തീരുമെന്നത് തീർച്ച. ഇതിനെല്ലാം കാരണം എൻ്റെ ക്രോധമാണ്. എന്നിലുണ്ടായ കോപം മനഃശക്തിയെ ഇല്ലാതാക്കി രജോ ഗുണം എൻ്റെ ഹൃദയത്തെ ബാധിച്ചതിനാൽ ലോകനാശത്തിന് ഞാൻ കാരണഭൂതനായെന്നത് സ്പഷ്ടം. ഇതിലധികം നിർഭാഗ്യം എന്താണ് എനിക്ക് ഉണ്ടാകാനുള്ളത്? എൻ്റെ ജീവിതം കൊണ്ട് എന്തൊരു ധർമ്മം, എന്തൊരു അർത്ഥം സമ്പാദിച്ചു? യാതൊന്നും ഇല്ലാതെ കോപം എല്ലാം നശിപ്പിച്ചു. ഇതിനു മുമ്പ് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുള്ള ശുഭലക്ഷണങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഹനുമാനെ വ്യക്തമായി കണ്ടു. സാത്വിക ഗുണ ചിന്തകൾ തുടർന്നു. സർവാംഗസുന്ദരിയും സർവലക്ഷണ സമ്പന്നയുമായ സീതാദേവിയെ സ്വതസിദ്ധമായ മഹാത്മ്യം തന്നെ രക്ഷിക്കും. ദേവി നശിക്കുകയില്ല. അഗ്നിയെ തൊടുമോ?
അമേയ തേജസ്വിയും ധർമ്മസ്വരൂപിയുമായ ശ്രീരാമസ്വാമിയുടെ സഹധർമ്മിണി സ്വന്തം പാതിവ്രതത്താൽ എല്ലാ ആപത്തുകളെയും വിജയിക്കും. പരിശുദ്ധിയുടെ അതിദൈവമായ അഗ്നി ജാനകീദേവിയെ സ്പർശിക്കുവാൻ പോലും അർഹനല്ല. മാത്രമല്ല, ശുദ്ധ സ്വഭാവം ഉള്ളവർ പരധാരങ്ങളെ തൊടുകയില്ല. വാഹിനിദേവൻ അന്യവസ്തുക്കളുടെ അശുദ്ധ ഭാഗങ്ങളെ നശിപ്പിച്ച് പരിശുദ്ധിയെ നൽകുന്നവനാണ്. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ധർമ്മധാരങ്ങളെ സ്പർശിക്കുക എന്ന അശുദ്ധ കർമ്മം ആലോചിക്കുക പോലും ചെയ്യില്ല. എല്ലാറ്റിനെയും ചാമ്പലാക്കുന്നത് അഗ്നിയുടെ സ്വഭാവമാണ്. എന്നിട്ടും ശ്രീരാമചന്ദ്രസ്വാമിയുടെ പ്രഭാവത്താലും സീതാദേവിയുടെ പാതിവ്രത മഹിമയാലും മാത്രം അവരുടെ ദാസനായ എന്നെ കൂടി അനുഗ്രഹിച്ചു. ആ സ്ഥിതിക്ക് സ്വാമിയുടെ പത്നിയെ തൊടുക പോലും ചെയ്യുമെന്ന് സംശയിക്കുകയേ വേണ്ട. ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ പരദേവതയാണ് ശക്തിസ്വരൂപിണിയായ വൈദേഹീദേവി. സ്വാമിയുടെ ഹൃദയത്തെ ആകർഷിച്ച പ്രാണപ്രിയയും ആ ദേവി എങ്ങനെ നശിക്കും? ആർക്ക് നശിപ്പിക്കുവാൻ സാധിക്കും? ഏതൊന്നിനെയും ദഹിപ്പിക്കുവാൻ ശക്തിയുണ്ട് അഗ്നിക്ക്. എന്നിട്ടും രാമദാസനായ എൻ്റെ വാലുകൂടി ചുടാതെ തണുപ്പ് നൽകുകയാണ് ഉണ്ടായത്. അങ്ങനെയിരിക്കെ ദേവി എങ്ങനെ നശിക്കും? സീതാദേവിയുടെ മാഹാത്മ്യം പലതും ഓർമ്മ വന്ന ഹനുമാൻ അത്ഭുത പരവശൻ ആവുക തന്നെ ചെയ്തു. സമുദ്രം ചാടിക്കടക്കുന്ന സമയം എൻ്റെ ക്ഷീണം തീർക്കാനായി സാദരം ക്ഷണിച്ചുകൊണ്ട് സുവർണ ശൃംഗങ്ങളാൽ പ്രശോഭിക്കുന്ന മൈനാകപർവ്വതം ഉയർന്നു വന്നത് ദേവിയുടെ പ്രഭാവം കൊണ്ടല്ലേ? തപസ്സുകൊണ്ടും സത്യപരിപാലനം കൊണ്ടും ഭർത്താവ് സ്വന്തം ആത്മാവിൽ നിന്ന് അന്യമല്ലെന്ന് ഭാവന കൊണ്ട് എത്തിയ പ്രഭാവ അതിശയത്താൽ ദേവിക്ക് അഗ്നിയെ ദഹിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട്. അഗ്നിക്ക് ദേവിയെ ദഹിപ്പിക്കുവാൻ ഒരിക്കലും കെൽപ്പുണ്ടാകുന്നതല്ല. ഇങ്ങനെ ദേവിയുടെ ധർമ്മസ്വരൂപമായ പ്രഭാവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തിൽ മഹാത്മാക്കളായ ചാരണന്മാർ അമ്പരതലത്തിൽ വെച്ചു നടത്തിയ സംഭാഷണം ഇങ്ങനെ കേട്ടു. ആശ്ചര്യം, അത്യാശ്ചര്യം! രാക്ഷസന്മാരുടെ വാസസ്ഥാനമായ ലങ്കയിൽ ഭയങ്കരവും അതികഠിനവുമായ അഗ്നിയെ വ്യാപിപ്പിച്ച ഹനുമാനാൽ ചെയ്യപ്പെട്ട കാര്യം മറ്റൊരുവനാലും സാധ്യമല്ലാത്ത ഒന്നാണ്. അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ പരിഭ്രമിച്ച് ഓടുന്ന രാക്ഷസന്മാരും രാക്ഷസികളും ബാലന്മാരും വൃദ്ധന്മാരും തിങ്ങിക്കൂടിയ സംഘങ്ങളിൽ നിന്നുള്ള കോലാഹലം പർവ്വത ഗുഹകളിൽ ചെന്ന് മുട്ടി പുറപ്പെടുന്ന ശബ്ദം കേട്ടാൽ ലങ്കയിലെ മാമലകൾ കൂടി കരയുന്നുവോ എന്ന് തോന്നും. 7 നില മാളികകളും ഗോപുരങ്ങളും നിറഞ്ഞിരിക്കുന്ന ഈ ലങ്കാപുരി മുഴുവനും ദഹിച്ചു കഴിഞ്ഞു. എന്നാൽ ജനകരാജപുത്രി ദഹിക്കാത്തത് അത്ഭുതപൂർവമായ ആശ്ചര്യം തന്നെ. അമൃത പോലെയുള്ള വാക്കുകളായിട്ടാണ് ഇവ മാരുതിക്ക് തോന്നിയത്. മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം പെട്ടെന്നുണ്ടായി. ശുഭലക്ഷണ സൂചകമായി വലത്തെ കണ്ണും കൈയും തുടുക്കുകയും ശ്രീരാമചന്ദ്രനിലും സീതാദേവിയിലുമുള്ള മഹാത്മ്യങ്ങൾ ഓരോന്നോരോന്നായി ഓർമ്മയിൽ തെളിയുകയും ചാരണന്മാരുടെ സംഭാഷണം കേൾക്കുകയും ചെയ്തപ്പോൾ ഹനുമാന്റെ മനസ്സ് സന്തോഷപൂർണമായി. ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു. രാജകുമാരി സീതാദേവിക്ക് ന്യൂനതയൊന്നും സംഭവിച്ചിട്ടില്ല. അത്യാനന്ദത്തോടെ വായുസൂതൻ ദേവിയെ രണ്ടാമതും പ്രത്യക്ഷമായി കണ്ടതിനു ശേഷമേ പോകാവൂ എന്ന് മനസ്സാ നിശ്ചയിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.